കൈത്താക്കാലം 6-ാം ശനി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. പരസ്പരം തിരുത്തുക. തെറ്റുകൾ പറ്റുക മനുഷ്യ സഹജമാണ്. എൻ്റെ തെറ്റുകൾ എനിക്ക് ശരിയും അപരൻ്റെ തെറ്റുകൾ പൊറുക്കാൻ പാടില്ലാത്തവയുമാണ്. അപരൻ്റെ നേരെ കൈ ചൂണ്ടുമ്പോൾ മറ്റൊരു വിരൽ നിന്റെ നേരെയും തിരിഞ്ഞിരിക്കുന്നുണ്ട്. നിന്റെ കണ്ണിൽ തടിയിരിക്കുമ്പോൾ അപരൻ്റെ കണ്ണിലെ പൊടിയിലാണ് നിന്റെ ആകുലത. രണ്ടാൾ കൂടുന്നിടത്ത് മറ്റുള്ളവരുടെ കുറവുകൾ വിളമ്പുകയും എന്നിട്ട് ദൈവസന്നിധിയിൽ തിരി കത്തിച്ചുവെച്ച് സ്വയം നീണ്ട പ്രാർത്ഥനകൾ ഉരുവിടുകയും ചെയ്യുന്നവരുണ്ട്. അപരൻ്റെ സൽപ്പേര് കുത്തിക്കെടുത്തി ദൈവസന്നിധിയിൽ തിരി കത്തിച്ചു വയ്ക്കുന്ന കപടഭക്തരാകാതിരിക്കുക. സ്നേഹക്കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയി എന്ന് തോന്നുന്നവരോട് അനുകമ്പയോടെ ഇടപെടേണ്ട സുപ്രധാനമായ 3 ഘട്ടങ്ങളെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു. എന്നിട്ടും അനുരഞ്ജന കാര്യത്തിൽ ദുരഭിമാനം വച്ചു പുലർത്തുന്നവരെ പാടെ ഉപേക്ഷിക്കുക. കാരണം ദൈവമക്കളാകാൻ യേശു പകർന്നു തന്ന സ്നേഹത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ പാലിക്കാത്തവരായതിനാൽ വിജാതീയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും നിന്റെ കൂട്ടായ്മയിൽ നിന്ന് അവരെ അകറ്റി നിർത്തുക. കൂട്ടായ്മയുള്ളിടത്താണ് ദൈവസാന്നിധ്യം ഉണ്ടാവുക. കൂട്ടായ്മയോടെ എന്ത് ചോദിച്ചാലും ദൈവം നമുക്ക് ചെയ്തു തരും. കൂട്ടായ്മയുള്ളപ്പോൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പിതാവ് ചെയ്തു തരും.